പാലക്കാട് പോലെ ഒരു ശ്രദ്ധേയമായ മണ്ഡലം തിരുവനന്തപുരം സെൻട്രൽ. കാരണം അവിടെ പാലക്കാടിൽ CPM സ്ഥാനാർത്ഥിയില്ല, തിരുവനന്തപുരം സെൻട്രലിലും CPM സ്ഥാനാർത്ഥിയില്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥി സുധീർ കരമന പറഞ്ഞു. കോൺഗ്രസില് ശിവകുമാർ ഒരുപാട് അടികളുണ്ടാക്കിയ സ്വന്തം മണ്ഡലം തിരിച്ചു വേണം എന്ന് പറഞ്ഞു. കേസിലെല്ലാം ഒത്തീർപ്പായി, നല്ല പത്രം കിട്ടി. കേസില് കുറ്റവിമുക്തനായി. ശിവകുമാർ സീറ്റ് കൊടുത്തില്ല, ഘടകകക്ഷിയായ CP ജോൺ സീറ്റ് കൊടുക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ BJP കൃഷ്ണകുമാറിന്റെ പേരായിരുന്നു ആദ്യം മുതൽ വന്നത്. പക്ഷെ ഒരു സസ്പെൻസ് പോലെ BJPയുടെ നേതാവ് ശരവൺ ജയം വരണം. തിരുവനന്തപുരം സെൻട്രൽ പ്രത്യേകം പറഞ്ഞാൽ തീരദേശത്ത് ജനം തീരുമാനിക്കും ആര് ജയിക്കണം. കാരണം ശശി തരൂർ മണ്ഡലത്തിൽ സെൻട്രൽ നിൽക്കുമ്പോൾ ആദ്യം വോട്ടെണ്ണുമ്പോൾ ജയിക്കുന്ന ലീഡ് BJP ആണ്. റോക്കറ്റ് പോലെ പോണ വോട്ട്. പക്ഷേ ഇപ്പുറത്ത് ലാസ്റ്റ് വോട്ടെണ്ണുമ്പോൾ, അതായത് നമ്മളെ ശംഖുമുഖം, പുതിയ കൊച്ചിയൂർ ആ കോണം എണ്ണുമ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ CP ജോൺ അല്ലേ തിരുവനന്തപുരം സെൻട്രലിലെ വിജയി എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം കരമന ജയൻ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഒരു മാസം കൂടെ മുമ്പേ, അതായത് തിരഞ്ഞെടുപ്പിൽ ആദ്യം തന്നെ തിരഞ്ഞെടുപ്പ് തീരുമാനിച്ച സ്ഥാനാർത്ഥിയായിട്ട് കരമന ജയൻ ഒരു 10 ദിവസമോ 20 ദിവസം കൂടെ കൊടുത്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, മണ്ഡലം എടുത്ത് മറിക്കാം. ഇത് അവസാന നിമിഷമാണ്. CP ജോന് 2 റൗണ്ടൊക്കെ പോയതിന് ശേഷമാണ് പുള്ളി വരുന്നത്. അതിൻ്റെ ഒരു പരിമിതി കരമന ജയനുണ്ട്, കുറച്ച് ദിവസമേ കിട്ടിയുള്ളൂ എന്നുള്ളത്. പക്ഷേ കരമന ജയന് എല്ലാവർക്കും അറിയാം, അദ്ദേഹം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അഡ്വൈസറി ബോർഡിലുണ്ട്. പിന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ഭാരതീയോ എന്ന് പറഞ്ഞൊരു ട്രസ്റ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് കരമന ജയൻ ഫെമിലിയറാണ് ആളുകൾക്ക്. പക്ഷെ നിങ്ങളീ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ തിരുവനന്തപുരം സെൻട്രലിൽ BJPയുടെ ഭാഗത്ത് നിന്ന് വലിയ വോട്ട് ആർക്ക് കിട്ടിയില്ല, നമ്മുടെ രാജീവ് ചന്ദ്രസേന കിട്ടിയില്ല. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതിന് BJPക്കകത്തുള്ള ഒരു ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വിചാരിച്ചത്ര വോട്ട് ആർക്ക് കിട്ടിയിട്ടില്ല, ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് രാജീവ് ചന്ദ്രസേന കിട്ടിയിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം അത് വരണമെന്നില്ല, കരമന ജയനാണ്. ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ വോട്ട് കരമന ജയൻ പിടിക്കുകയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടും കുറച്ച് ഹിന്ദു വോട്ടും കൂടെ CP ജോൺ പിടിക്കുകയും ചെയ്താൽ CP ജോൺ ജയിക്കും. അല്ല, ഹിന്ദു കമ്മ്യൂണിറ്റി ഇപ്പുറത്ത് നന്നായി പിടിക്കുകയും സുധീർ കരമന പിക്ചറിൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം പുള്ളി ഒന്ന് വന്നത് തന്നെ വളരെ ലേറ്റായിട്ടാണ്. പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജും പുള്ളിയുടെ ഒരു ശൈലിയൊന്നും അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് പറ്റിയ ഒരു ആളല്ല. അല്ലെങ്കിൽ കടുകട്ടി കമ്മ്യൂണിസ്റ്റ് മണ്ഡലത്തിൽ കൊണ്ട് നിർത്തിയാൽ ജയിപ്പിച്ചെടുക്കാം എന്നുള്ളതല്ലാതെ ഇതുപോലൊരു എലൈറ്റ് ഗ്രൂപ്പൊക്കെ താമസിക്കുന്ന, പ്രത്യേകിച്ച് മറ്റൊരു തരത്തിലുള്ള, മാത്രമല്ല സിനിമയിലും ഇപ്പോൾ ഒരുപക്ഷേ സിനിമയിൽ അദ്ദേഹങ്ങളുടെ കഥാപാത്രങ്ങളും അതൊക്കെ വളരെ ഇപ്പോൾ ബാലങ്കൻ നായർ മത്സരിച്ച് നമ്മൾ കുറ്റം പറയുകയല്ല, ആരെയും കുറ്റം പറയുന്നില്ല, അങ്ങനെ പറയരുത്.